കൊച്ചിയിലെ വാസ്കോ ബോട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കൊച്ചിൻ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ റോബോട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന വാസ്കോ ബോട്ട് അത് ആക്രിയായി വിറ്റ് കളഞ്ഞിരുന്നു. പിന്നെ ആ ബോട്ട് ആക്രി ബിസിനസ്സുകാരനായ സിത്താര ഗ്രൂപ്പ് വാങ്ങി. എന്നിട്ട് അതങ്ങ് പുതുക്കി പണിതു. കഴിഞ്ഞ ദിവസം ആ പൈതൃക ബോട്ട് കാണാൻ ബ്രിസ്റ്റോയുടെ തന്നെ കൊച്ചുമകൻ ജാക്ക് നേരിട്ടെത്തി. അങ്ങനെ ചരിത്രത്തെ തൊട്ടറിഞ്ഞ അനുഭവം പങ്കുവെക്കുകയാണ് ജാക്ക് പോട്സ്. സാധാരണ ഒരു ബോട്ടിൻ്റെ ഒരു രീതിയിൽ ഇവർ ഓപ്ഷൻ ചെയ്തു, ഞങ്ങൾ ഏലത്തിൽ പിടിച്ച് ഞങ്ങൾ എടുത്തു. ഈ ഐലൻഡ് പോർട്ടും എല്ലാം പണിത് ഈ കൊച്ചിയുടെ വികസനത്തിൻ്റെ ഒന്നാമത്തെ ആളാണ് റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിലും ആദ്യമായിട്ട് മോട്ടറൈസ് ബോട്ട് ഇതാണ്. ചരിത്രമുറങ്ങുന്ന കൊച്ചിയിൽ ചരിത്രാവശേഷിപ്പായ വാസ്കോ ബോട്ട് കാണാൻ റോബർട്ട് ബ്രിസ്റ്റോയുടെ കൊച്ചുമകൻ ജാക്ക് പോട്സ് എത്തി. ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ 1920-കളിലാണ് കൊച്ചിയിലെത്തിയത്. ബ്രിട്ടീഷുകാർ തന്നെ നിർമ്മിച്ച വാസ്കോ ബോട്ടിലായിരുന്നു കൊച്ചിൻ തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ബ്രിസ്റ്റോ പൂർത്തീകരിച്ചത്. പിൽക്കാലത്ത് ആക്രിയായി വിറ്റുകളഞ്ഞ ബോട്ട് ആക്രി ബിസിനസ്സുകാരായ അബി സിത്താരയും സാജർ സിത്താരയും വാങ്ങി. 15 വർഷം മുമ്പ് വാങ്ങിയ ബോട്ട് അടുത്ത കാലത്ത് അവർ നവീകരിക്കുകയും ചെയ്തു. തേക്ക്, പിച്ചള എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ട് അതേ വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ പുതുക്കി പണിതു. It's very well preserved in some ways. Yeah. Your uncle's fingerprint will be there. I know, yeah. Let's touch it. After that, you will be there. Oh, I can feel his soul coming into me, yes. വാസ്കോ ബോട്ടിനെ കുറിച്ചുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. സുഹൃത്തിനൊപ്പം ആയുർവേദ ചികിത്സയ്ക്കായി എത്തിയ ബ്രിസ്റ്റോയുടെ കൊച്ചുമകൻ ജാക്ക് പോട്സ് ഒടുവിൽ ആ ബോട്ട് കാണാനെത്തി. ചരിത്രം നേരിട്ട് കണ്ടതിന്റെ ആഹ്ലാദം ജാക്ക് പങ്കുവച്ചു. And I get to see a beautiful boat that was obviously used by my great uncle. So it's a really small world and a spooky story. So wow. വാസ്കോ ബോട്ട് മാത്രമല്ല, ബ്രിസ്റ്റോ ഫോർട്ട് കൊച്ചിയിൽ താമസിച്ച വീടും സന്ദർശിച്ച ശേഷമായിരുന്നു ജാക്കിന്റെ പടക്കം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നശിപ്പിക്കലിന്റെ വക്കിലെത്തിയ ഒരു ബോട്ട് അത് ആക്രിക്കാർക്ക് കൊടുക്കുക വരെ ചെയ്തു. പിന്നെ അവർക്കത് നശിപ്പിച്ച് കളയാൻ മനസ്സില്ലാതെ അതിന്റെ പഴമയും തനിമയും ഒന്നും ഒട്ടും ചോർന്നു പോകാതെ അതേപടി അത് പുതുക്കി പണിതെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ചരിത്ര ശേഷിപ്പ് കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായി. സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ശരിക്കും ആ ഒരു പഴമയുടെ ഓർമ്മ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെ ഓർമ്മ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ജാക്കിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പൂർവികന്റെ അല്ലെങ്കിൽ മുത്തച്ഛന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ബോട്ട് കാണാൻ പറ്റി എന്നുള്ള സന്തോഷമായിരിക്കും. ആ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ശരിക്കും ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു ഈ ഒരു ബോട്ടിനെ കുറിച്ചുള്ള വാർത്തകളും അതിന്റെ കാഴ്ചകളെല്ലാം. അങ്ങനെയായിരിക്കും അല്ലേ ജാക്കും ഇതിലേക്ക് എത്തിപ്പെട്ടത്? കുറച്ചുനാൾ മുമ്പ് മാതൃഭൂമി ഈ വാസ്കോ ബോട്ടിന്റെ കാര്യം വാർത്തയാക്കിയിരുന്നു. ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടറിഞ്ഞ് റോബർട്ട് ബ്രിസ്റ്റോയുടെ കൊച്ചുമകൻ കഴിഞ്ഞ ദിവസം ജാക്ക് പോട്സ് ഇവിടെ കൊച്ചിയിലെത്തി. ആ ബോട്ട് കണ്ടു, അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവെച്ചു എന്നതാണ്. ഫോർട്ട് കൊച്ചിയിൽ എവിടെ നോക്കിയാലും നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ്. എവിടെ തിരിഞ്ഞാലും ചരിത്രമാണ്. പോർച്ചുഗീസ്, ഡച്ച് കാലങ്ങളിലൊക്കെയുള്ള ഒട്ടേറെ നിർമ്മിതികളും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാസ്കോ ബോട്ട് എന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബോട്ട് തന്നെയാണ്. അതായത് കൊച്ചിൻ തുറമുഖത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ ബോട്ടിലായിരുന്നു. അതായത് ബ്രിസ്റ്റോ ഈ ബോട്ടിൽ സഞ്ചരിച്ചായിരുന്നു ഈ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു കൊച്ചു ബോട്ട് തന്നെയായിരുന്നു. 1920 കാലഘട്ടങ്ങളിലായിരുന്നു ഇത് എന്നതാണ്. അതുമാത്രമല്ല, ഒരു കൗതുകം എന്നത് ഈ ബോട്ട് ആക്രി ബിസിനസ്സുകാരായ സിത്താര ഗ്രൂപ്പിന് ആക്രിയായി തന്നെ കിട്ടിയതാണ് എന്നതാണ്. അപ്പോൾ അവരത് ഒരു 15 വർഷം മുന്നെയാണ് അവർക്ക് ഈ ബോട്ട് കിട്ടുന്നത്. അവരത് സൂക്ഷിച്ചു വെച്ചു. കുറച്ച് നാൾ മുന്നേ, അതായത് ഈ ബോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇവർ ഈ ബോട്ട് നവീകരിക്കുകയാണുള്ളത്. തേക്ക്, പിച്ചള, ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഈ ബോട്ടിൻ്റെ നിർമ്മിതി. അതുമാത്രമല്ല, ഈ പഴയ കാലത്തെ മരപ്പണിക്കാരെ കൊണ്ടുവന്നായിരുന്നു ഇവർ ഈ ബോട്ട് നവീകരിക്കുകയും ചെയ്തത്.
ഇപ്പോൾ ആക്രി ബിസിനസ്സുകാരായ ഈ സിത്താര ഗ്രൂപ്പ് ഉടമകൾക്ക് ഒരു വലിയ നിധി തന്നെയാണ് കളഞ്ഞു കിട്ടിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഒരു 2.5 ലക്ഷം രൂപയ്ക്കാണ് അവർ ഈ ബോട്ട് വാങ്ങിയത്. ശേഷം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി വളരെ മനോഹരമായി തന്നെ കൊച്ചിയിൽ ചെന്നാൽ നമുക്ക് ആ ബോട്ട് കാണാൻ സാധിക്കും എന്നത് തന്നെയാണ്. ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കായിരുന്നു ബ്രിസ്റ്റോയുടെ കൊച്ചുമകൻ ജാക്ക് ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം സുഹൃത്തിനോടൊപ്പമായിരുന്നു എത്തിയത്. വ്യത്യസ്ത ജോലികളാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത്. ഏറ്റവും കൂടുതൽ അധ്യാപകനുമായിരുന്നു. അങ്ങനെ ഒരു യാത്ര പോകണം കേരളത്തിലേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ എത്തുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഇക്കാര്യം തിരിച്ചറിയുന്നത്. സുഹൃത്തിനൊപ്പം എത്തിയ അദ്ദേഹം, ആയുർവേദ ചികിത്സയ്ക്കായി എത്തിയ ജാക്ക് ഇക്കാര്യം തിരിച്ചറിയുന്നത്. ഇവിടെ ഇത്തരത്തിലൊരു ബോട്ടുണ്ട്, അത് തൻ്റെ മുത്തശ്ശൻ സഞ്ചരിച്ചിരുന്ന ബോട്ടാണ് എന്നൊരു കാര്യമൊക്കെ അറിഞ്ഞ് അവിടെ എത്തുകയും. കൊച്ചിയിലുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നേരിട്ട് പോയി കാണാം. അത് മാത്രമല്ല, സ്നേഹ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ഇടം തന്നെയാണ് ഫോർട്ട് കൊച്ചി. അവിടെ കാണാൻ ഒരുപാടുണ്ട്. കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് പോകാം.